നമ്മുടെ തളിപ്പറമ്പിൽ പ്രതീക്ഷിക്കാതെ ഉണ്ടായ തീപിടുത്തം. അതായത് ഷാലിമാർ സ്റ്റോർ അതിനെ കേന്ദ്രീകരിച്ചിട്ട് വരുന്ന ഒരു 40 കടകളോളം, അതിൻ്റെ റൂമുകളാണെന്ന് പറയുന്നത്, കടകളല്ല, അതിൻ്റെ ഓരോ ഉള്ളിലോട്ടുള്ള റൂമുകളിലേക്ക് മൊത്തമായിട്ടാണ് ഈ തീ വ്യാപിച്ചത്. ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, പണ്ട് എന്താ പറയണ്ടേ, ആൾക്കാരൊക്കെ പറയും ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കടക്കൊക്കെ തീ കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. പക്ഷേ ഇതങ്ങനെയായിട്ട് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, ഒരാൾക്ക് ഇൻഷുറൻസ് കിട്ടാൻ ഒരുപാട് കടകൾ തീയിടേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ആ ഒരു സ്പാർക്ക് കൊണ്ട് വന്നതാണെന്നും പറയുന്നുണ്ട്. ആദ്യം ഉള്ള ഒരു ഷോപ്പിലേക്ക് കയറിയിട്ട് പിന്നെ തീ സ്പ്രെഡായതാണെന്ന് പറയുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ പഴയ വയറിങ്ങുകളാണ്. പക്ഷേ ഞാൻ കാണുമ്പോൾ തൊട്ടേ ആ കടകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇടുങ്ങിയ കടകളാണ്. അതായത് ഒരാൾ വരുമ്പം മറ്റൊരാൾ ഇടുങ്ങി നിന്നിട്ട് അപ്പുറത്തേക്ക് പോകേണ്ട അവസ്ഥയാണ്. കാരണം നടന്നു പോകാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലാത്ത കടകളാണ് ഈ ഷാലിമാർ സ്റ്റോർ എന്ന് പറയുന്നത്. ഷാലിമാർ സ്റ്റോർ അറിയായിരിക്കും നിങ്ങൾക്ക്. അത്യാവശ്യം പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ ബക്കറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ളതാണ്. അവരെ തന്നെ പിന്നെ പൂക്കോത്ത് കൊട്ടാരം റോഡിലും ഉണ്ട് അവരുടെ ഒരു ഷോപ്പ്. അപ്പോൾ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് ഷാലിമാർ സ്റ്റോഴ്സ്. പിന്നെ അവർ ചെയ്യുന്നൊരു സേവനം എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ലൊരു സേവനം എന്ന് പറഞ്ഞാൽ, ഭിന്നശേഷിക്കാരായ ആൾക്കാർക്കൊക്കെ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഒരു ഒട്ടനവധി ആൾക്കാർക്ക് അവർ ജോലി കൊടുത്തിട്ടുണ്ട്. മുമ്പേ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഒരുപാട് സേവനം ചെയ്യുന്ന ഈ കടകൾക്കൊക്കെയാണ് ഇങ്ങനെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഏകദേശം അറൗണ്ട് 2-2.5 കോടിയോളം ഉറുപ്പ്യ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വേറെ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള പൈസ, അവർക്ക് കിട്ടിയ പൈസയൊക്കെ ലോക്കറിലൊക്കെ വെക്കുന്നത്. അപ്പോൾ എല്ലാം കത്തി നശിച്ചിട്ടുണ്ട്, പൈസ അടക്കം കത്തി നശിച്ചിട്ടുണ്ട്. ആളപായമില്ല. കാരണം ഒരു തീ വരുമ്പോൾ തന്നെ ആൾക്കാർ പുറത്തേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ രക്ഷ. കാരണം വെച്ചാൽ ഇതേപോലെയുള്ള തീ പടർന്നു പോയാൽ നമുക്കൊരു തരത്തിലും ചാടി രക്ഷപ്പെടാനോ ഓടി രക്ഷപ്പെടാനോ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അത്രയും അഗ്നിബാധയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇത്രയും ആൾക്കാർക്കുള്ള നഷ്ടപരിഹാരം ഇനി പിന്നെ കിട്ടിയെടുക്കാൻ, അതായത് അവിടെ ഉള്ളവർക്കൊക്കെ ഇനി വേറൊരു ജോലി കിട്ടാൻ തന്നെ ഭയങ്കര റിസ്ക്കാണ്. കാരണം അത്രയും പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കടയിലേക്ക് ഇനിയിപ്പം ജോലിക്ക് കയറാമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നുള്ള പൈസ ഇനിയിപ്പം കിട്ടണം. അപ്പോൾ അറിയാലോ, ഇതിൻ്റെയൊക്കെ കാലതാമസം വരുന്നതാണ് ഏറ്റവും പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത്രയും കാലതാമസമായിരിക്കും ഇനി ഉണ്ടാകും ഇതിനൊക്കെയുള്ള നഷ്ടപരിഹാരം. പിന്നെ ഫയർ എക്സ്റ്റിങ്വിഷർ, ഫയർ എക്സിറ്റുകൾ പോലത്തെ സംഭവങ്ങളൊന്നും പിന്നെ ഇതേപോലെ ബിൽഡിങ്ങുകളിൽ ഇല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള നഷ്ടപരിഹാരം ഇൻഷുറൻസൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കടകളിലേക്ക് കയറുമ്പോൾ തന്നെ ഇടുങ്ങിയ വഴികളും കാര്യങ്ങളൊക്കെ വളരെ അപകടമാണ്. കാരണം ഓടി രക്ഷപ്പെടാനും വരെ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. എന്നാലും വളരെ വിഷമം ഉള്ള ഒരു കാര്യമാണ് തളിപ്പറമ്പിൽ സംഭവിച്ചത്.